വെള്ളാപ്പള്ളി നടേശനോടെടുത്ത നിലപാട് പിന്നെ തെറ്റിപ്പോയി എന്നവർ സമ്മതിക്കുന്നു. അപ്പോൾ ശരിക്കും എം വി ഗോവിന്ദൻ്റെയോ പിണറായി വിജയൻ്റെയോ പാർട്ടി സെക്രട്ടറിയുടെയോ മുഖ്യമന്ത്രിയുടെയോ പേരെടുത്ത് പറഞ്ഞിട്ട് വ്യക്തിപരമായിട്ടൊരു കുഴപ്പമില്ല എന്ന് പേരെടുത്ത് പറഞ്ഞ് വിമർശനമില്ല, വ്യക്തിപരമായിട്ടുള്ള കുറ്റമല്ല എന്ന് അദ്ദേഹം 2 തവണ ആവർത്തിച്ച് പറയുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ആകപ്പാടെ എടുത്താൽ ഈ 2 വ്യക്തികൾക്കെതിരായുള്ള കുറ്റപത്രമാണ് എന്ന് എളുപ്പത്തിൽ കാണാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടത്ര ഊക്കോട് കൂടിയിട്ട് പ്രതിരോധിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ആരുടെ കുഴപ്പമാണ്? അത് ഈ 2 ആളുകളുടെയും കുഴപ്പമാണ്. അതിൽ തന്നെയും മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ കുഴപ്പമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ ഇവർ സമ്മതിച്ചു കഴിഞ്ഞു. വെള്ളാപ്പള്ളി നടേശനോട് നമ്മൾ ഇന്നലെ സംസാരിച്ചു. വെള്ളാപ്പള്ളി നടേശനോട് പ്രാഥമികമായിട്ട് ഇങ്ങനെ 2 വർത്തമാനം പറയേണ്ട ഉത്തരവാദിത്തം ആർക്കായിരുന്നു? അത് പിണറായി വിജയനായിരുന്നു. പിണറായി വിജയൻ അത് ചെയ്തില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് റിപ്പോർട്ടിൽ എഴുതി വെച്ചില്ലെങ്കിലും വാർത്താ സമ്മേളനത്തിൽ വ്യക്തിപരമായിട്ടുള്ള കുഴപ്പമല്ല എന്ന് പറഞ്ഞാലും പിണറായി വിജയൻ്റെതാണ് ആ പ്രധാനപ്പെട്ടതായിട്ട് കണ്ടിരിക്കുന്ന ഈ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ ഏറ്റവും വലിയ കുറ്റകൃത്യം നടത്തിയത് അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ളത് പിണറായി വിജയനാണ് എന്ന് എസ്റ്റാബ്ലിഷ്ഡാണ്. പിന്നെ സ്വന്തം നേതാക്കളെ അവരുടെ ആ കാര്യം നമുക്ക് ന്യായീകരിക്കാവുന്നതേ ഉള്ളൂ. കാരണം വ്യക്തിപരമായിട്ടുള്ള കുറ്റമല്ല എന്ന് പറയുകയും ഈ നേതൃമാറ്റമൊന്നും വേണ്ടതില്ല എന്ന് ഉള്ളിലെങ്കിലുള്ള തീരുമാനത്തെയും നമുക്ക് ന്യായീകരിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരു തെരഞ്ഞെടുപ്പ് തിരിച്ചടി ഉണ്ടായിട്ട് ഈ എതിരാളികൾ അപ്പാടെ തന്നെയും ഈ 2 പേരാണ് കുഴപ്പക്കാരെന്ന് ആവർത്തിച്ച് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കൂടെ അങ്ങ് സമ്മതിച്ചു കൊടുത്താൽ പിന്നെ ആ പാർട്ടിക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. ഞങ്ങൾ കുഴപ്പക്കാരായിരുന്നു, ഈ പാർട്ടിയെ നയിച്ചുകൊണ്ടിരുന്ന ആളുകൾ, ഈ സർക്കാരിനെ നയിച്ചുകൊണ്ടിരുന്ന ആളുകൾ വലിയ കുഴപ്പക്കാരായിരുന്നു എന്ന് ഇവർ തന്നെ സമ്മതിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ അത് ആത്മഹത്യാപരമാണ്. അത് ചെയ്യാതിരുന്നത് നന്നായി എന്നേ എനിക്കുള്ളൂ, തോന്നുള്ളൂ. പക്ഷേ ഈ പറയുന്ന ഒരു പുതുവഴികളിലൂടെ പോകാനുള്ള അഭിപ്രായം തേടുന്നു എന്ന കാര്യങ്ങളൊക്കെ ആ നിലക്ക് നമ്മൾ കാണണം.